ഹായ് ഹലോ, ഇന്ന് വാവയുടെ ചോറ് കൊടുക്കലാണേ. അപ്പോൾ പറശ്ശിനി കടവ് പോയിട്ട് വരാം. വാ. കെട്ടിയോളും കൂടി ഇതാ വാതിലെല്ലാം താഴിട്ട് പൂട്ടി ഇറങ്ങി. അപ്പോൾ ഫാമിലിയിൽ കുറച്ച് ആൾക്കാർ മാത്രമേ കൂടിയിട്ടേ പോകുന്നുള്ളൂ. ഇത് നമ്മുടെ രന്തീവ്, അമ്മുവിൻ്റെ ഹസ്ബൻഡ്. ഹായ് എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ വണ്ടി വിട്ടിട്ടുണ്ടേ. ഇതാ വണ്ടിയിലോട്ട് ഇങ്ങനെ പോവുക. പുറത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ ആസ്വദിക്കുന്നുണ്ട്. അപ്പോൾ വണ്ടിയിലാണെങ്കിൽ ഇതാ മിന്നുന്ന ലൈറ്റെല്ലാം കത്തുന്നുണ്ട്. നമ്മളെ ചെറുതിനിപ്പോൾ അതേ വേണ്ടു. ലൈറ്റൊക്കെ കാണുമ്പോൾ അടങ്ങിയിരിക്കുന്നുണ്ട്. ഇതാ നമ്മളിതാ പറശ്ശിനിക്കടവ് എത്താനായിട്ടുണ്ട്. പറശ്ശിനിക്കടവ് എത്തിയപ്പോഴോ ഇതാ അപ്പുറത്തും ഇപ്പുറത്തെ സൈഡിലെല്ലാമായിട്ട് കുറേ ഷോപ്പുണ്ട്. നമ്മളെ കുഞ്ഞിപ്പിള്ളേരെ കണ്ണ് അങ്ങോട്ടേക്ക് തന്നെയാണ്. പിള്ളേരോട് ഈ സമാധാനിപ്പിച്ചിട്ടുണ്ട്, തിരിച്ച് വരുമ്പം വാങ്ങിച്ചു തരാം. അങ്ങനെ അവിടെ അടങ്ങിയിട്ടുണ്ട്. നമ്മളെ കുഞ്ഞും ഭാവിയാണെങ്കിലോ ഇതെല്ലാം എന്നപ്പാ അതിശയോന്നും പറഞ്ഞിട്ടിതാ നോക്കുക. ഇതാ അച്ചാച്ചനും അച്ചമ്മയും എല്ലാം ഉണ്ട് അടുത്ത്. അങ്ങനെ നമ്മളിതാ പറശ്ശിനിക്കടവിലേക്ക് കയറിയാണ്. എൻട്രിയിലുള്ളത് അങ്ങ് കയറിയിട്ട് ഇനി കുറച്ച് ഉള്ളിൽ കുറച്ച് പ്രൊസീജിയർ ഉണ്ട്. ഈ ചോറ് കൊടുക്കുന്നത് ഷീട്ടെല്ലാം ആക്കണം. അപ്പം അതിനായിട്ട് ഞാൻ ഇതാ പോന്നാ. അപ്പോൾ ഇത് കണ്ടാൽ ഇവിടെയാണ് നമ്മളെ ടോക്കൺ എടുക്കണം. നമുക്ക് ഇതാ ഇവിടെയാണ് നമ്മൾ ടോക്കൺ എടുക്കേണ്ടത്. അപ്പോൾ ഇതാ ശുഭി ടോക്കണൊക്കെ എടുത്തിട്ട് അടുത്തത് നമ്മളെ കുഞ്ഞുംബാവേൻ്റെ കുപ്പായം മാറ്റലാന്നേ. ഓനെ മുണ്ടുടിപ്പിക്കണം. അതിനുള്ള പടായി പെടുന്ന് ചിരിക്കുകയും ചെയ്യുന്നുണ്ട്, കളിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തോ കരയുന്നു. മുണ്ടെല്ലാം ഉടുത്ത് മുടുക്കനായി. ഇനി നമ്മൾ ഇതാ പുഴേൻ്റെ ഈ ഒരു സൈഡിലേക്ക് പോന്നാൽ പുഴയിലെത്തിയിട്ട് അവിടെ കാലെല്ലാം കഴുകണം. അപ്പോൾ ഇതാ അങ്ങോട്ടേക്ക് നടക്കുക. ഇതാ നമ്മളെ വളപട്ടണം പുഴ. അപ്പോൾ ഇവിടെ ഇറങ്ങി കുഞ്ഞിനെ കൊണ്ട് കാലൊക്കെ കഴുകി എന്നിട്ട് വേണം ഉള്ളിൽ കയറാൻ. അപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് ഇതാ ഇറങ്ങുന്നുണ്ടേ. അപ്പോൾ കുഞ്ഞനാണെങ്കിൽ ഇതെല്ലാം ഇതാ അതിശയത്തോടെ ഇങ്ങനെ നോക്കുന്നേ. എന്നിട്ട് അപ്പം എല്ലാം ഇതാ വെള്ളത്തിലേക്ക് കാല് ഒന്ന് കഴുകിക്കുന്നുണ്ടേ. കാല് കഴിച്ചിട്ട് ഇതാ നമ്മൾ മേലോട്ടേക്ക് ഇപ്പം കയറും. ഇനി ഇതാ ഉള്ളിൽ മുത്തപ്പനെ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ചോറ് കൊടുക്കൽ. അപ്പോൾ ഇതാ നമ്മളെ കുട്ടാട്ടനെല്ലാം ഇവിടെ ഉണ്ട് നിൽക്കുന്നത്. ചങ്ങായി അതാ പൈസേനെ കൊണ്ടെല്ലാം കളിക്കുന്നതാണ്. നമ്മളെ ചോറൂണിൻ്റെ ഇതേ ഈ ഒരു കൂടാരത്തിൽ ഇരുന്നാണ് നമ്മൾ കുഞ്ഞുവാവക്ക് ചോറ് കൊടുക്കുന്നത്. ഓനാണെങ്കിലോ അവിടെ ഇരുന്നത് മുതൽ കരച്ചലോ പറഞ്ഞിട്ടും കാര്യമില്ല. ചങ്ങായിക്ക് നല്ല വിശപ്പേനു. പായസം വന്നേരൊക്കെ ചെക്കൻ്റെ മട്ടും പാവെല്ലാം മാറും. പക്ഷെ അപ്പോൾ അദ്ദേഹം ഓരോ ഇൻസ്ട്രക്ഷൻ പറയാണ്. അങ്ങനെ ചെയ്യറ്, ഇങ്ങനെ ചെയ്യറ്, അങ്ങനെയാക്ക് ഇങ്ങനെയാക്ക് എന്നെല്ലാം പറഞ്ഞു കൊടുക്കുന്ന. അപ്പോൾ അതാദ്യം തന്നെ നമ്മളെ കുഞ്ഞുവാവേന കിണ്ടിയിൽ നിന്ന് വെള്ളം എടുത്തിട്ട് മുഖം കഴുകിക്കലാന്ന്. എന്നിട്ട് ഇതാ ഇനി അടുത്തത് ചന്ദനം തൊടിച്ച് ചന്ദനതാ നല്ല തൊടിച്ച് അടുത്തത് നമ്മൾ പായസം കൊടുക്കലാന്ന്. ഇത് ആ സമയത്ത് നമുക്ക് വോയിസ് എടുക്കാൻ പറ്റിയിട്ടില്ല. ഒരുപാട് ആൾക്കാരും കൂടെ അതിലായതുകൊണ്ട് നമ്മളപ്പോൾ എടുത്തിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുക. അത് കണ്ട പായസം കിട്ടിയാലും ഓൻ്റെ കരച്ചിലെല്ലാം നിന്ന്. പക്ഷെ കുഞ്ഞിനെ പറഞ്ഞിട്ട് കാര്യമില്ല. വണ്ടിയിൽ വരുമ്പോൾ ഒരു കാഴ്ച കണ്ട തിരക്കിലേനു, പാലൊന്നും കുടിച്ചിട്ടില്ല. അടുത്തത് ഇതാ നമ്മളെ സാദിയാണ് പായസം കൊടുക്കുന്നത്. കുഞ്ഞൻ്റെ അമ്മ ഓളും മെല്ലനെ കൊടുക്കുമ്പോൾ കുടിക്കുന്നതാ വിശന്നിട്ടുണ്ടാവും. അച്ഛൻ കൊടുക്കാന്നേ. അച്ഛനും കൊടുത്തപ്പോൾ മെല്ലനെ ഉണ്ട് കുടിക്കുന്നുണ്ട്. ഭാഗ്യത്തിന് ഇന്ന് അങ്ങനെ വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. ഞായറാഴ്ചയൊക്കെ ആണെങ്കിൽ നല്ല തിരക്കായിരിക്കും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഫീഡിങ് റൂം. എന്നിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് പ്രസാദം കൊടുക്കുന്ന സ്ഥലത്താണ്. ഇവിടെ ചായയും മമ്പയറും പിന്നെ തേങ്ങാപ്പൂളെല്ലാം നമുക്ക് ഇവിടുന്ന് കിട്ടുക. അപ്പോൾ ഇതൊരു ട്രേയിലാക്കിയിട്ട് ഒരിങ്ങനെ കൊണ്ടുപോകും. എന്നിട്ട് നമുക്കിങ്ങനെ തരിക. കണ്ട ചായയൊക്കെ ട്രേയിലിങ്ങനെ വരുന്നത് നമ്മൾ ആവശ്യാനുസരണം എടുക്കുക. അപ്പോൾ രാവിലെ തന്നെ ഇറങ്ങിയോണ്ട് നല്ല വിശപ്പേനും. അവിടെ നല്ലോണം കഴിച്ചിട്ടുണ്ട്. മമ്പയറും തേങ്ങാപ്പൂളും ചായയോ ഒന്നും പറയണ്ട, അടിപൊളി ടേസ്റ്റാട്ടോ ഇവിടുത്തെ. അപ്പോൾ നമ്മളിതാ കുഞ്ഞിൻ്റെ ചോറോടും പ്രസാദമൊക്കെ കഴിച്ചിതാ നമ്മൾ ഇവിടുന്ന് മടങ്ങിയ. അപ്പോൾ പോകുന്ന വഴിക്ക് ഇതാ കുറച്ച് ഷോപ്പിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. നമ്മൾ പിള്ളേർക്ക് കുറച്ച് ഒരു വാക്ക് കൊടുത്തിയല്ലേ, അപ്പോൾ അതെന്തായാലും പാലിച്ചു കൊടുക്കണമല്ലോ. കുഞ്ഞുമക്കളല്ലേ, കുഞ്ഞുമക്കളെ സന്തോഷമാണല്ലോ നമ്മളെ സന്തോഷം. അപ്പോൾ പിള്ളേർക്കും കുറച്ച് കളിസാധനമെല്ലാം വാങ്ങിച്ച്. സാദീൻ്റെ കണ്ണ് നേരെ പോയതാ കാതിലെ കൂട്ടത്തിലാണ്. ഒരുപാട് കളിസാധനങ്ങൾ തന്നെ ഒന്ന് അറിഞ്ഞു. അടുത്തത് അതാ നമ്മളെ ചുബിയാട്ടെ സ്വീറ്റ്സ് വാങ്ങേണ്ട തിരക്കില്ല. കെട്ടിയോളും
കെട്ടിയോളെ കയ്യിലാ മോളെ ഖജാൻജി, ഓളാ ഖജാൻജി തോന്നുന്നു. ഓളാ പൈസയെല്ലാം കൊടുക്കുന്നു. പേഴ്സ് ചുബിയാട്ടല്ലോ, അത് വേറെ കാര്യം. പൊരിയും പിന്നെ വേറെ എന്തോ മധുരമുള്ള വേറെ എന്തെല്ലോ സാധനം ഓർ വാങ്ങിയ. അപ്പോൾ ശൃംഗയും പിള്ളേരിതാ എന്തെല്ലോ സാധനം വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. കുഞ്ഞാവ പിന്നെയും ഡ്രസ്സ് മാറി. പിന്നെ എന്തെല്ലോ വേണമെന്നുണ്ട്, പക്ഷേ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ. ചെക്കൻ അങ്ങും ഇങ്ങെല്ലാം പായുന്നുണ്ട്. ശൃംഗ ഇതാ കുഞ്ഞിനെയും ബേക്കിൽ കളിപ്പിച്ചോടാ വരുന്നു. ശ്രീയാൻഷാണെങ്കിലോ കൈ നിറയെ കളി സാധനം വാങ്ങിയിട്ട് അതിൻ്റെ സന്തോഷമുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ നമ്മളിതാ കാഴ്ചയും കണ്ടിങ്ങനെ വണ്ടീൻ്റെ അടുത്തേക്ക് വരികയാണ്. വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം സമയം 11:30. ഇനി നമുക്ക് നേരെ മാമാനിക്കുന്നിലേക്ക് വിടാം. ഇതാണ് നമ്മുടെ മാമാനിക്കുന്ന് ക്ഷേത്രം. അപ്പോൾ ഇതാ മാമാനിക്കുന്നിലേക്ക് നമ്മൾ കയറിയാന്ന്. ഇവിടെയാണെങ്കിലോ ഇന്ന് നല്ല തിരക്കും. അപ്പോൾ ആദ്യം നമ്മൾ ഒന്ന് ശുദ്ധിയാകാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇവിടുത്തെ വെള്ളത്തിനാണെങ്കിൽ അമ്പോ എന്തൊരു തണുപ്പാണെന്നാണ് പറയണ്ടേ. നല്ല തണുപ്പാണെന്ന്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നമ്മൾ കാലൊക്കെ കഴുകി മുകളിൽ ഒന്ന് കഴുകിയതാ ഉള്ളിലേക്ക് പോവാം. പറശ്ശിനിക്കടവിനെ അപേക്ഷിച്ചിട്ട് നോക്കുമ്പോൾ ഇവിടെ ഇന്ന് ഭയങ്കര തിരക്കാന്ന്. ഇതാ കണ്ടില്ലേ, അങ്ങ് മേലത്തോളം ക്യൂവാ. അപ്പം നമ്മളും ഇതാ ക്യൂലാന്നേ ഉള്ളത്. ഇതാണ് നാഗലിംഗപ്പൂവ്. അടുത്ത് നമ്മൾ ഭക്ഷണത്തിനുള്ള ടോക്കൺ എടുത്ത് അന്നപൂർണേശ്വരി ഹാളിലേക്ക് കയറി. അപ്പോൾ ആടുന്ന് ഭക്ഷണമെല്ലാം കഴിച്ച് നമ്മൾ തിരിച്ച് പോകുന്ന വഴിക്കുള്ള ഒരു അടിപൊളി കാഴ്ചയാണ് ഇത്. അയ്യോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ആ ഒരു വ്യൂ അമ്പോ ഒന്നും പറയാനില്ല, ഒരു രക്ഷയുമില്ല. നേരിട്ട് തന്നെ കണ്ട് ആസ്വദിക്കണം. ഒരുപാട് ഇഷ്ടമായി. കണ്ടില്ലേ ആ വ്യൂ. അങ്ങനെ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി. അപ്പോൾ ബൈ, സി യു.